അവരെ രക്ഷിച്ചിരുമനാ വാനത്തിൽ നിന്നേഹത്തിൽ വന്നു താൻ ജീവനേകീയോരേശു ഭൂവിൽ തിരികെ വരും. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ജലപ്രളയത്തെ ശാസിച്ച് ഭരിക്കുവാൻ കഴിയുന്നവന് തൻ്റെ ജനത്തിന് ബലം നൽകി നിർത്തുവാൻ കഴിയും. തൻ്റെ ശബ്ദത്താൽ ഭൂമിയെ നടുക്കുന്നവന് തൻ്റെ ജനത്തിന് സമാധാനം നൽകുവാനും കഴിയും. യഹോവയുടെ ദിവസം തൻ്റെ ജനത്തിന് പ്രകാശവും ദുഷ്ടന് അന്ധകാരവുമായിരിക്കും. യഹോവ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത് പോലെ തൻ്റെ ജനത്തിന് സമാധാനം നൽകുവാൻ കഴിയുന്നവനാണ്. തിരമാലകൾ കൊണ്ട് ഇളകി മറിയുന്ന സമുദ്രത്തിൻ്റെ ഉപരിതലം എപ്പോഴും പ്രക്ഷുബ്ധമാണ്. എന്നാൽ ഉള്ളിലേക്ക് ചെല്ലുന്തോറും കടൽ ശാന്തമാകുന്നത് പോലെ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ തൻ്റെ സമാധാനത്താൽ നിറയ്ക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അവൻ അനുഭവിക്കുവാൻ കഴിയുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്നാണ് യെശയ്യാപ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. പ്രശ്നസങ്കീർണമായ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ബലവും ശക്തിയും നൽകുന്നതോടൊപ്പം അവനിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കുവാനും അവൻ ശക്തനാണ്. അവനിൽ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനല്ല, പ്രതിസന്ധിയിൽ നിലനിൽക്കുവാനുള്ള കൃപ നിന്നിൽ അഭയം കണ്ടെത്തുന്നത് കൊണ്ട് എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.